ഇങ്ങനെയൊന്നും ആരെയും പറ്റിക്കല്ലേ. ഞാനീ പറഞ്ഞു വരുന്നത് എന്താണെന്നല്ലേ, വേറെ ഒന്നുമല്ല, നല്ല രീതിയിലുള്ള ഒരു സ്കാമാണ് കേട്ടോ. നമുക്ക് വന്നൊരു ലേറ്റസ്റ്റ് വർക്കിൽ ആ ഒരു ബോക്സിൽ ഒരു ഡ്രസ്സ് വെക്കണമായിരുന്നു. അപ്പം നമ്മുടെ സൈഡിൽ നിന്നല്ല, കസ്റ്റമറുടെ സൈഡിൽ നിന്ന് ഓൾറെഡി നമുക്ക് പർച്ചേസ് ആക്കി അയക്കാമെന്നായിരുന്നു പറഞ്ഞിരുന്നത് കൊറിയറിൽ. ഈ കാണുന്ന ഡ്രസ്സാണ് പുള്ളിക്കാരൻ ഓർഡർ ചെയ്തത്. അപ്പോൾ ഓർഡർ ചെയ്ത സംഭവം എൻ്റെ കയ്യിൽ കൊറിയർ എത്തിയിട്ടുണ്ടായിരുന്നു. പാക്കേജിംഗ് ഒക്കെ അടിപൊളിയാണ്. അപ്പം ഞാൻ വലിയ എക്സൈറ്റഡ് ആയിട്ട് ഓപ്പൺ ആക്കിയിട്ടുണ്ടായിരുന്നു. ആദ്യം ഞാനൊന്ന് ഡൗട്ട് അടിച്ചു, ഇത് ആ ഷെയ്ഡ് അല്ലല്ലോ എന്നുള്ള രീതിയിൽ ഒരു കൺഫ്യൂഷൻ വന്നെങ്കിലും പിന്നെ കംപ്ലീറ്റ്ലി ഓപ്പൺ ആക്കിയപ്പോൾ മനസ്സിലായി നല്ല രീതിയിലുള്ള ഒരു സ്കാമാണ്. അതും പോരാനായിട്ട് അതിൻ്റെ കൂടെ അവരൊരു കുഞ്ഞു കുട്ടിയുടെ ഡ്രസ്സും കൂടെ നമുക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. അതാണെങ്കിൽ ആക്ച്വലി 2 ഡ്രസ്സും യൂസ്ഡ് ആക്കി നല്ല രീതിയിൽ പഴയതായിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ആ കസ്റ്റമറിനെ അപ്പം തന്നെ കോൺടാക്ട് ചെയ്ത ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു. പുള്ളിക്കാരൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരെ കോൺടാക്ട് ചെയ്തിട്ട് സ്വിച്ച് ഓഫ് ആണ്, ഒരു രീതിയിലും കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്ന്. എന്തായാലും ഞാൻ അക്കൗണ്ട് ഇവിടെ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം. ആളുടെ കയ്യിൽ നിന്ന് എന്തായാലും ഫുൾ പേയ്മെന്റ് ഈ ഡ്രസ്സിന്റെ അവർ മേടിച്ചിട്ടുണ്ടായിരുന്നു. ബോക്സിൽ വെക്കാനുള്ള ഡ്രസ്സ് കസ്റ്റമർ ഇനി ആളുടെ സൈഡിൽ നിന്ന് തന്നെ വാങ്ങിച്ചു വെക്കാമെന്ന് പറഞ്ഞു. എന്തായാലും ഈ ബോക്സിൽ നമുക്ക് ഇനി ഡ്രസ്സ് എടുത്ത് വെക്കാൻ പറ്റില്ലല്ലോ. എന്തായാലും ഭയങ്കര ബാഡ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിപ്പോയി. ഇങ്ങനെയൊക്കെ ഒരാൾ എന്തായാലും പറ്റിക്കാൻ. നിങ്ങൾ ആരും ഇനി ആ ഒരു സ്കാമിലോട്ട് പോയി പെടണ്ട. ഞാൻ എന്തായാലും അക്കൗണ്ട് ഇവിടെ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം.